മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന സമരത്തിൽ CPM-ന്റെ ഗുണ്ടകൾക്കൊപ്പം പരസ്യമായി നടക്കുന്ന ആളുകൾ, ഇതുപോലുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യം ഞങ്ങളുകൊണ്ട് സമരം ഇതൊരു തുടർ സമരമായിരിക്കും, തീവ്രമായ ഒരു സമരമാണ്. പെൺകുട്ടികളെയൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്ന ആർക്കാണ് മർദ്ദനം വെക്കാത്തത്? ഇതിപ്പോ ഹോസ്പിറ്റലിൽ പോലും പോകാനാകാത്തത് ഇതിനൊരു തീരുമാനം ഇപ്പൊ KPCC അധ്യക്ഷൻ നേരിട്ടെത്തുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കുട്ടികളെ അങ്ങനെ അടിച്ചു തരത്തിട്ട് പോകണമെന്ന് അങ്ങനെ ആരും കരുതണ്ട. അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർക്കൊക്കെ എന്ത് മറുപടി പറയാൻ സാധിക്കും? ഇതെല്ലാം ചെയ്യുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിട്ടല്ലേ? കൊലപാതകം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ADGP-യെ ക്രമസമാധാനത്തോടെ ഇതുവരെ മാറ്റിയിട്ടില്ല. P. ശശിയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഗുണ്ടായിസ് നടത്തി ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ സമരം ചെയ്യുന്നവരെല്ലാം തല്ലി തകർത്ത് ഇല്ലാതാക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട. ഒരു അബിൻ വർക്കിയെ അടിച്ചു ഈ പരുവത്തിലാക്കിയതുകൊണ്ടോ നമ്മുടെ ചെറുപ്പക്കാരെ തകർത്തതുകൊണ്ടോ ഈ സമരം അവസാനിക്കുന്നവർ കരുതണ്ട. ഭീകരമായ മർദ്ദനമില്ല. കണ്ടില്ല, ചോര ഒളിച്ചാണ് ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത്. ഒരു പെൺകുട്ടിയെ അവരുടെ വസ്ത്രം വരെ വലിച്ചു കീറി. ഇവിടെ ജിജു എന്ന് പറയുന്ന ഒരു CPM ഒരു യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ CPM പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ കഷ്ടമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് KPCC പ്രസിഡന്റ് ഇപ്പോൾ എത്തുന്നുണ്ട്. ഞങ്ങൾ ഇതിനൊരു തീരുമാനം, കാരണം ഇതൊരു പരിക്കിന്റെ പ്രസിഡന്റ് തന്നെ തീർച്ചയായിട്ടും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു തീരുമാനം ഉണ്ടായേ പറ്റും. ഇവന്മാരെ എല്ലാം ഇവിടുന്ന് മാറ്റാതെ ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ല.